അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസം. ദശ ഒന്നും മിണ്ടാതെ അവിടെ നിന്നുപോയി. രുദ്രനും ഗൗതവും എന്തൊക്കെയോ സംസാരിക്കുന്നു. അതൊന്നും കേൾക്കാതെ ദശ അവിടെ നിന്ന് പോയി. ദശ തന്റെ മുറിയിൽ പോയി കഥകടച്ച് കട്ടിലിൽ വീണു. അപ്പോൾ എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഗൗതം സാറായിരുന്നോ? ദശയ്ക്ക് വിശ്വസിക്കാനായില്ല. ദശയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. നേരെ ഇരുട്ടി. രുദ്രൻ കിടക്കാൻ പോയതും അഭിലാഷ് വിളിച്ചു. എടോ, നല്ലൊരു ചരക്ക് വന്നിട്ടുണ്ട്, നിനക്ക് വേണോ? ആവേശത്തോടെ അഭിലാഷ് ചോദിച്ചു. ഇന്ന് എനിക്കൊരു മൂടില്ല, നീ പോയേ, ഞാൻ കിടക്കട്ടെ. രുദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാൻ നിന്നു. എടാ, നീ ഒന്ന് കാണടാ, ഉഗ്രം പീസാണ്, നിനക്ക് കണ്ടാലേ മൂട് വരും, അഭിലാഷ് പറഞ്ഞു. ശരി, രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. രുദ്രൻ ബൈക്കിൽ കയറിയിരുന്നപ്പോൾ ഗാർഡനിൽ ദശയിരിക്കുന്നത് കണ്ട് ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ അടുത്ത് പോയി. എന്താടി, അടുത്ത് എന്ത് പണി ഒപ്പിക്കാം എന്നാണോ ആലോചന? രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. രുദ്രന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് ദശ തിരിഞ്ഞു നോക്കി. മുന്നിൽ രുദ്രനെ കണ്ടതും ദശ ചാടി എഴുന്നേറ്റു. ദശ ഒന്നും മിണ്ടാതെ ദൂരെ നോക്കിയിരുന്നു. നിന്നെ എനിക്ക് വേണം. ഈ ആലില പഴം പോലത്തെ നിന്റെ വയറും ഇടതോർന്ന നിന്റെ മുടിയും ചുവന്ന നിന്റെ കുഞ്ഞളം ചുണ്ടും ഒരു ദിവസമെങ്കിലും ഞാൻ അനുഭവിക്കും. അതിനുശേഷം മതി നിന്നെ കെട്ടാൻ പോകുന്നവനെ, നാക്കിനെ നുണച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അതിന് ഈ ദശ മരിക്കണം, എന്നാലേ എന്നെ തൊടാൻ ഇയാൾക്ക് പറ്റൂ, പുച്ഛത്തോടെ ദശ പറഞ്ഞു. ചത്താലും നിന്നെ ഞാൻ വിടില്ല, കള്ളച്ചിരിയോടെ രുദ്രൻ പോയി. ദശ ഒന്നും മിണ്ടാതെ അകത്ത് കയറി. ബാറിൽ അഭിലാഷും രുദ്രനും ഇരിക്കുന്നു. എവിടെടാ നീ പറഞ്ഞ അടാ റൈറ്റം? രുദ്രൻ മദ്യത്തിനെ രുചിച്ചുകൊണ്ട് ചോദിച്ചു. അതോ, ഇപ്പോൾ വരും, നീ കണക്കിന് കുടിക്കുക കേട്ടോ പുല്ലേ, അഭിലാഷ് ബോട്ടിലിനെ മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കടാ പട്ടി, രുദ്രൻ നാക്ക് നുണച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയം അവരുടെ അടുത്ത് ഒരു സ്ത്രീ നടന്നു വരുന്നു. ഞാൻ പറഞ്ഞ പെണ്ണ്, കണ്ണു കാണിച്ചുകൊണ്ട് അഭിലാഷ് രുദ്രനോട് മെല്ലെ പറഞ്ഞു. ഇതാണോ നീ പറഞ്ഞ അടാർ ഐറ്റം? കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ, രുദ്രൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസിനെ ടേബിളിൽ വെച്ചു. ലുക്കിലല്ലല്ലോ രുദ്രദേവ് കാര്യം, പ്രവൃത്തിയിലല്ലേ, മെല്ലെ രുദ്രന്റെ അടുത്തുനിന്ന് ആ സ്ത്രീ പറഞ്ഞു. ആണോ? ഈ രുദ്രനെ തൃപ്തിപ്പെടുത്താൻ തനിക്ക് കഴിയുമോ? എന്റെ കാമത്തിനെ അടക്കാൻ നിനക്കാകുമോ? രുദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു. കഴിഞ്ഞാൽ രുദ്രദേവന്റെ വികാരത്തിന് എന്നെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്ത് തരും രുദ്രൻ സാർ? അവൾ അവന്റെ മുഖത്തിൽ തന്റെ മുഖം കൊണ്ട് ഉരസിക്കൊണ്ട് ചോദിച്ചു. ആ ബെസ്റ്റ്, അവന്റെ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പിലാകുന്നുള്ള അവന് നേർക്ക് വെല്ലുവിളിക്കുന്നത്, അഭിലാഷ് തുടയിലടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്തും തരാം എന്ന് പറയാൻ ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല, പൈസ തരും, നീ ചോദിക്കുന്നതിലും കൂടുതൽ തരും. എന്തേ? രുദ്രനും വിട്ടുകൊടുത്തില്ല. പൈസ അതാർക്ക് വേണം? എനിക്ക് പൈസ വേണ്ട, അവൾ മദ്യം ഗ്ലാസ്സിലൊഴിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. കോടികൾ വേണ്ട പോലും, ഇവൾക്ക് വട്ടാ. യോ, ഇനി കെട്ടണമെന്ന് പറഞ്ഞാൽ അവൻ എന്നെയല്ലയോ പഞ്ഞിക്കിടുന്നത്, ഭഗവാനെ അതാകല്ലേ, ഞാൻ ശൂലം കുത്തി കാവടി എടുക്കാമേ, അഭിലാഷ് മനസ്സിൽ പ്രാർത്ഥിച്ചു. പിന്നെ രുദ്രൻ പുരികുയർത്തി സംശയത്തോട് ചോദിച്ചു. ഒരിക്കൽ കൂടെ, ഒരു രാത്രി കൂടെ രുദ്രൻ എനിക്ക് വേണ്ടി വരണം, എന്റെ മാത്രമായി മാറാൻ. എന്തേ പറ്റുമോ? അവൾ മദ്യത്തിനെ വലിച്ചു കുടിച്ചോണ്ട് ചോദിച്ചു. ഹോ, സമാധാനായി, ശ്വാസം വിട്ടുകൊണ്ട് അഭിലാഷ് മനസ്സിലോർത്തു. ഈ രുദ്രൻ ഒരിക്കൽ ചവച്ചരിച്ചത് മറ്റൊരു തവണ ചവയ്ക്കില്ല, അതാണ് രുദ്രന്റെ പോളിസി. ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റു. അപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണിനെയോ? ഒരിക്കൽ കടിച്ചത് തന്നെ പിന്നെയും കടിക്കേണ്ടി വരില്ലേ രുദ്ര? അവൾ എഴുന്നേറ്റ് അവന്റെ മുന്നിൽ ഒന്ന് ചോദിച്ചു. അതുകൊണ്ടാണല്ലോ രുദ്രൻ പെണ്ണ് കെട്ടാത്തത്. നിന്നെപ്പോലെ ശരീരം വിൽക്കാൻ പെണ്ണുങ്ങളുള്ളപ്പോൾ എനിക്കെന്തിന് കല്യാണം, എനിക്കെന്തിന് പെണ്ണ്? കോടികൾ വലിച്ചെറിഞ്ഞാൽ കിട്ടാൻ പോകുന്നു പെണ്ണ്,
പക്ഷെ ഒരിക്കൽ അനുഭവിച്ചോളെ മറ്റൊരിക്കലും അനുഭവിക്കാൻ ഈ രുദ്രനെ കിട്ടത്തില്ല. രുദ്രൻ പറഞ്ഞോണ്ട് പോയി. നിനക്ക് കിട്ടാനുള്ളത് മേടിച്ചോണ്ട് മിണ്ടാതെ അവന്റെ ആവശ്യം നടത്തി കൊടുത്തേച്ച് പോയാൽ മതിയായിരുന്നല്ലോ. അവന്റെ മുന്നിൽ ആളവ നോക്കി. അവൻ നിന്നെ തേച്ച് ഭിത്തിയിലൊട്ടിച്ചു. അഭിലാഷ് പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ രുദ്രന്റെ പുറകെ ഓടി. അവൾ അപ്പോഴും വഷളം ചിരിയോടെ രുദ്രനെ നോക്കിയിരുന്നു. നീ വരും, എൻ്റെ അടുത്ത് തന്നെ വരും, ഐ ആം വെയിറ്റിംഗ്. വന്ദന ചിരിയോടെ മനസ്സിലോർത്തു. നിന്റെ കോപ്പിലെ അടാറയിറ്റം നാണമില്ലടാ നിനക്ക് കൂട്ടിക്കൊടുക്കാൻ? രുദ്രൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഈശ്വര, ഇപ്പോൾ ഞാനാണോ കുറ്റക്കാരൻ? കണ്ണും വീഴ്ചോണ്ട് രുദ്രനെ അഭിലാഷ് നോക്കി. എന്താടാ നിന്റെ കണ്ണ് ഇപ്പോൾ പുറത്ത് ചാടുമല്ലോ? രുദ്രൻ അഭിലാഷിനെ നോക്കിയോണ്ട് ചോദിച്ചു. എനിക്ക് ഇതന്നെ വേണം. എനിക്ക് പെണ്ണ് വേണം എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു കൂസലില്ലാതെ നിനക്ക് വേണ്ടി പെണ്ണ് തപ്പി നടന്ന ഞാൻ കൂട്ടിക്കൊടുപ്പുകാരൻ. എനിക്ക് ഇതന്നെ വേണം. നിന്നെയൊക്കെ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നതിന് നാണക്കേട്. പുച്ഛം വിതറിക്കൊണ്ട് അഭിലാഷ് പറഞ്ഞു. രുദ്രൻ വണ്ടി സഡൻ ബ്രേക്ക് ചവിട്ടി. എന്താടാ? സംശയത്തോടെ അഭിലാഷ് രുദ്രനെ നോക്കി ചോദിച്ചു. മോനൊന്നിറങ്ങി, രുദ്രൻ അഭിലാഷിനെ നോക്കി പറഞ്ഞു. എന്തു പറ്റി? അഭിലാഷ് ചോദിച്ചുകൊണ്ടിറങ്ങി. നീ നടന്ന് വീട്ടിൽ പോ. അഭിലാഷ് ഇറങ്ങിയതും രുദ്രൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് പോയി. എടാ കാലമാടാ, വണ്ടി എന്റെയാണ്, അത് നീ മറന്നോ? ഉച്ചത്തിൽ അഭിലാഷ് വിളിച്ചു പോയി. വണ്ടി അഭിലാഷിന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു. ഷെടാ, എങ്ങനെ ഞാൻ പോവും? വായും വെച്ചോണ്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഷേ, പെറുപുറത്തോണ്ട് അഭിലാഷ് നടന്നു. ജീവന്റെ വീട്ടിൽ ജീവൻ തന്റെ മുറിയിലിരുന്ന് പുസ്തകം വായിക്കുന്നു. ജീവേട്ടാ, കാവേരി വിളിച്ചോണ്ട് ജീവന്റെ മുറിയിൽ വന്നു. ആ നീയോ? എന്നതാടി, ഈ വീട്ടിലൊക്കെ നീ വരുമോ? ആക്കിക്കൊണ്ട് ജീവൻ ചോദിച്ചു. ഇനി ഈ വീട്ടിലല്ലയോ കയറി വരേണ്ടത്? കാവേരി കള്ളച്ചിരിയോടെ ജീവനെ നോക്കി പറഞ്ഞു. ആണോ എൻ്റെ കുറുമ്പി? ജീവൻ കാവേരിയെ വലിച്ച് തന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. കാവേരി ഇമ്മ വിട്ടാതെ ജീവനെ നോക്കി. എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? കുസൃതി ചിരിയോടെ ജീവൻ ചോദിച്ചു. ജീവേട്ടന് രുദ്രനെ എതിർക്കാൻ മാത്രം ധൈര്യം എവിടെ നിന്നാ കിട്ടിയത്? ജീവന്റെ മുക്കുന്നിൽ പിടിച്ചോണ്ട് കാവേരി ചോദിച്ചു. ധൈര്യം അത് പറഞ്ഞു വരേണ്ടതല്ലല്ലോ മോളെ. തെറ്റെവിടെ കണ്ടാലും അത് ഞാൻ റിയേറ്റ് ചെയ്യും. അതിപ്പോൾ രുദ്ര മുന്നിലായപ്പോൾ ഞാൻ വേറെ ഓർത്തില്ല. അവൻ തെറ്റ് ചെയ്തു, അതിന് ഞാൻ പ്രതികരിച്ചു. ഇതിൽ എൻ്റെ തെറ്റെവിടെ? ജീവൻ പരുവത്തോടെ പറഞ്ഞു. കേട്ടാ, അവരൊക്കെ വലിയ ആളുകളാണ്. അവരെ എതിർത്ത് നമുക്ക് ജീവിക്കാനാവുമോ? പറയേട്ടാ, ഒന്ന് രുദ്രനോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ കൊട്ടാരം നമുക്ക് അന്നം തന്നതൊക്കെ ഏട്ടാ മറന്നോ? കാവേരി ചോദിച്ചു. അതുകൊണ്ട് കൺമുന്നിൽ നടക്കുന്ന അനീതി ഞാൻ കണ്ണടക്കണം, അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം, അതല്ലേ നീയും പറയുന്നത്? പറ്റില്ല കാവേരി. ഒരാളുടെ മുന്നിലും അഭിമാനം അടിയുറവിച്ച് ജീവിക്കാൻ എനിക്കാകില്ല. ജീവന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഏട്ടാ അതല്ല അച്ഛൻ, കാവേരി പറയാൻ നിർത്തി. അച്ഛൻ സംശയത്തോടെ ജീവൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി രുദ്രനോട് മാപ്പ് ചോദിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം നടക്കില്ലെന്ന്. ഇത്രയും പറഞ്ഞതും കാവേരി ഏങ്ങലടിച്ചു. നിനക്കാകുമോ പെണ്ണി എന്നെ മറക്കാൻ? ഇടർച്ചോടെ ജീവൻ ചോദിച്ചു. കാവേരി ജീവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ഇറുകെ പുണർന്നു. കൊച്ചിലെ തൊട്ട് എൻ്റെ ഉള്ളിൽ ഏട്ടൻ കയറിയതാ. അത്ര പെട്ടെന്ന് ആർക്കും പറിച്ചു നടാനാകില്ല. ഏട്ടനല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ വരില്ല. അച്ഛൻ രുദ്രനെ കണ്ട് പേടിക്കുന്നു. ഏട്ടനൊന്നൊന്ന് സംസാരിക്കേ, കാവേരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സംസാരിക്കാം. അമ്മാവൻ്റെ മനസ്സിൽ ഇതാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കണം. അല്ലാതെ വന്നാൽ എനിക്ക് എൻ്റെ പെണ്ണിനെ നഷ്ടമാകും. വേദനയുടെ കാവേരിയെ തലോടിക്കൊണ്ട് ജീവൻ പറഞ്ഞു. കൊട്ടാരത്തിൽ മോനെ രുദ്ര, ഈശ്വരി വിളിച്ചു. എന്താ മമ്മി? രുദ്രൻ ഫോണിൽ നിന്ന് തലയുയർത്തി ചോദിച്ചു. നിനക്കും ഗൗതമനും എന്താണ് പ്രശ്നം? ഈശ്വരി രുദ്രനെ നോക്കി ചോദിച്ചു. അത് അവനോട് തന്നെ ചോദിക്കും മമ്മി, രുദ്രൻ അലസതയോടെ പറഞ്ഞു.
മോനെ പറ, എന്താണ് പ്രശ്നം? ഈശ്വരി വാത്സല്യത്തോട് ചോദിച്ചു. ആ രവീന്ദ്രൻ സൂപ്പെടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് അയാളെ ഇഷ്ടമില്ല, അയാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ. മമ്മ കേട്ടോ? രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു. അതിന് ഈ ജന്മം പറ്റില്ല മോനെ, പുരുഷോത്തമൻ മെല്ലെ പറഞ്ഞു. ഇത് കേൾക്കുന്ന ഈശ്വരി രൂക്ഷമായി പുരുഷോത്തമനെ നോക്കി. പുരുഷോത്തമൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. അല്ല, നിന്റെ കാര്യം നോക്കുന്നത് ദക്ഷയല്ലയോ? അവൾ എവിടെ പോയതായിരുന്നു? ഈശ്വരി സംശയത്തോടെ രുദ്രനോട് ചോദിച്ചു. അവൾ തന്നെയാ അയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടത്, രുദ്രൻ പറഞ്ഞു. ദക്ഷ, ഈശ്വരി അലറി. ആ കൊട്ടാരം മുഴുവൻ കിടുങ്ങി. മമ്മ, അവൾ പാവമാണ്. ഈ ബ്രോ ആവശ്യമില്ലാതെയാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഗൗതം പറഞ്ഞതും ഈശ്വരി കൈകൊണ്ട് നിർത്താൻ ആംഗ്യം കാണിച്ചു. ദക്ഷ, ഈശ്വരി പിന്നെയും വിളിച്ചു. ദക്ഷ പേടിയോടെ ഓടി ഈശ്വരിയുടെ മുന്നിൽ വന്നു. ഈശ്വരി ദേഷ്യത്തിൽ എഴുന്നേറ്റ് ദശയുടെ അടുത്തുനിന്ന് ഇടത് കൈകൊണ്ട് ദശയുടെ കവിളിൽ ആഞ്ഞു തല്ലി. ദശ ഞെട്ടലോടെ കവിളിനെ പൊത്തി. ദശയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നോട് പറഞ്ഞിട്ടില്ലേ രുദ്രന്റെ കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ നോക്കാൻ? ഈശ്വരി ദേഷ്യത്തിൽ ചോദിച്ചു. ദക്ഷ ഒന്നും മിണ്ടാതെ കരഞ്ഞു. ഗൗതം ദക്ഷയെ അലിവോടെ നോക്കി. രുദ്രന്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. രവീന്ദ്രന്റെ കയ്യിൽ രുദ്രന് വേണ്ടത് കൊടുത്തുവിടാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? ഈശ്വരി ഗൗരവത്തിൽ ചോദിച്ചു. അത് രവീന്ദ്രനേട്ടനാ ചോ. ദശ പറഞ്ഞു തീരുന്ന മുന്നേ ഈശ്വരി നിർത്താൻ ആംഗ്യം കാണിച്ചു. ദക്ഷ ഒന്നും മിണ്ടാതെയിരുന്നു. അനുസരണക്കേട് കാണിച്ചതിന് ശിക്ഷയുണ്ട്. ഈ കൊട്ടാരത്തിന്റെ വിധിയാണ്. നിനക്ക് വേണ്ട ശിക്ഷ? ഈശ്വരി ചോദിച്ചു. മമ്മ, ഇതെന്താ ജയിലോ ശിക്ഷ കൊടുക്കാൻ? അവരെ ഇഷ്ടമില്ലെങ്കിൽ പിരിച്ചുവിടാൻ നോക്കും മമ്മ, അല്ലാതെ ഇങ്ങനെ ക്രൂശിക്കല്ലേ ചെയ്യേണ്ടത്. അവളെ അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ ഗൗതമേ, രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഈശ്വരി ചിരിയോടെ രുദ്രനെ നോക്കി. തുടരും.